പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് സർവകക്ഷി യോഗം ചേരും. 23-ന് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. ദുരന്ത നിവാരണ നിയമ ഭേദഗതി ഉൾപ്പെടെ 6 ബില്ലുകൾ ഇത്തവണ അവതരിപ്പിക്കാനിരിക്കെയാണ് സർക്കാർ നീക്കം. വർഷകാല സമ്മേളനത്തിന് മുന്നോടി ഇന്ന് കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ചേരും. വർഷകാല സമ്മേളനത്തിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം ആവശ്യപ്പെടുമെങ്കിലും നീറ്റ് ക്രമക്കേട്, കാശ്മീർ ഭീകരാക്രമണം, മണിപ്പൂർ കലാപം, വിലക്കയറ്റം, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം ചർച്ച വേണമെന്ന നിലപാട് സ്വീകരിക്കും. അതേസമയം നാളെ ആരംഭിക്കുന്ന വർഷകാല സമ്മേളനത്തിൽ 23-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യത്തിൽ JDU, TDP ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയുള്ള ബജറ്റാകും നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. നാളെ ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്യുന്നതുൾപ്പെടെ 6 ബില്ലുകൾ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. സിവിൽ ഏവിയേഷൻ മേഖലയിൽ 1934 എയർക്രാഫ്റ്റ് ആക്ടിന് പകരമായി ഭാരതീയ വായുയാൻ വിധേയക് 2024 ബില്ലുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള നിയമങ്ങൾക്ക് പകരമായി ബോയിലേഴ്സ് ബിൽ, കോഫി പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബിൽ, റബ്ബർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബിൽ എന്നിവയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ആരംഭിക്കുന്ന വർഷകാല സമ്മേളനം അടുത്ത മാസം 12-ന് അനിശ്ചിതകാലത്തേക്ക് പിരിയും. കൈരളി ന്യൂസ്, ദില്ലി.